sia lodato Gesù Cristo. റോമിലെ ഏറ്റവും പ്രസിദ്ധമായ ഫൗണ്ടൻസിലൊരെണ്ണമായിട്ടുള്ള ഫൊന്താന ദി ത്രേവി ഫൗണ്ടൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആശംസകൾ അറിയിക്കുന്നത്. 1731 പ്രവർത്തനം അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 1759 12ാം ക്ലമന്റ് മാർപ്പാപ്പയുടെ നിർദ്ദേശാനുസരണം റോമിൽ പണിയെടുപ്പിച്ച മനോഹരമായൊരു ഫൗണ്ടനാണ് ത്രേവി ഫൗണ്ടൻ എന്നറിയപ്പെടുന്ന ഈ കാണുന്ന ഈ ഫൗണ്ടൻ. ഈ ഫൗണ്ടൻ കാണുവാൻ വേണ്ടിയിട്ട് ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസവും ഈ ഒരു പിയാസ, ഈ ഒരു സ്ക്വയറിലേക്ക് വരുന്നത്. ഈ ഫൗണ്ടനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സൂപ്പർസ്റ്റിഷൻ, ഒരു അന്ധവിശ്വാസം പോലെ നിലനിൽക്കുന്ന ഒരു കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ, റോമിലെത്തുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഈ ഒരു ഫൗണ്ടനിൽ തലതിരിഞ്ഞു നിന്നുകൊണ്ട് കോയിൻ വലിച്ചെറിയുകയാണെങ്കിൽ, ഞാൻ നിങ്ങളെ അത് കൂടുതൽ അടുത്ത് കാണിച്ചു തരാം. അങ്ങനെ വലിച്ചെറിയുന്ന പക്ഷം വീണ്ടും അവർക്ക് റോമാനഗരം സന്ദർശിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് റോമിലെത്തുന്ന സഞ്ചാരികളെല്ലാവരും തന്നെ അതുകൊണ്ട് തന്നെ ഈ ഫൗണ്ടനിൽ അവരുടെ കയ്യിലുള്ള നാണയത്തുട്ടുകൾ എറിയുന്ന ഒരാചാരമുണ്ട്. ഇത് നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരാചാരമാണ്. ഇപ്പോൾ നിലവിലുള്ള കണക്കനുസരിച്ച് ഒരു ദിവസം ഏകദേശം 3000 യൂറോയോളം സഞ്ചാരികൾ ഈ ഫൗണ്ടനിലേക്ക് എറിയപ്പെടുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാണുക, ആയിരക്കണക്കിന് സഞ്ചാരികൾ, ലോകമാസകലമുള്ള ആയിരക്കണക്കിന് യാത്രികരാണ് ഈ സ്ഥലം കാണുവാനായിട്ട് എത്തുന്നത്. 3000 യൂറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3 ലക്ഷത്തോളം ഇന്ത്യൻ രൂപയ്ക്കടുത്തുള്ള പണമാണ് ഓരോ ദിവസവും ഈ ഫൗണ്ടനിലേക്ക് ജനങ്ങൾ എറിയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത, തലതിരിഞ്ഞുകൊണ്ട്, അതായത് മുഖാമുഖം നിന്നുകൊണ്ടല്ല, തിരിച്ചു നിന്നുകൊണ്ടാണ് ഈ ഫൗണ്ടനിലേക്ക് ആൾക്കാർ കോയിൻസ് വലിച്ചെറിയാറുള്ളത്. അങ്ങനെ കിട്ടുന്ന പൈസ റോമിലെ പാവപ്പെട്ടവരുടെ, അതായത് തെരുവിലലയുന്ന ഭിക്ഷക്കാരുടെയും മറ്റും ഉന്നമനത്തിനായി റോമാനഗരം ഉപയോഗിച്ചു വരുന്നു. റോമിൽ സഞ്ചാരിയായിട്ടെത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലം സന്ദർശിക്കുക എന്നതും ഈ സ്ഥലത്തിന്റെ കാഴ്ചകൾ പകർത്തുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ സ്ഥലത്ത് ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് പല പ്രാവശ്യം വന്നിട്ടുള്ളതാണെങ്കിൽ കൂടിയിട്ട് ഇവിടെ ഇപ്പോൾ വിസിറ്റിന് വന്നതിന് ശേഷം ഈ സ്ഥലം വന്ന് കാണുമ്പോൾ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, പണ്ടത്തേക്കാൾ അധികമായിട്ട് ആയിരക്കണക്കിന് സഞ്ചാരികൾ, വളരെയധികം സഞ്ചാരികൾ ഇവിടെ ഓരോ ദിവസവും വരുന്നതായി മനസ്സിലാക്കുന്നു. ഈ ഒരു സ്ഥലത്ത് നിന്ന് ഫൊന്താന ദി ത്രേവി ഫൗണ്ടനിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രാർത്ഥനാശംസകൾ അറിയിച്ചുകൊള്ളുന്നു.